യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, ലൂക്കാ 12:1. അപ്പോൾ അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങി, ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുക. തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചതോട് ശിഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നവനോട് പറഞ്ഞു, ഒരിക്കലും കാപട്യമാകുന്ന പുളിമാവ് തീണ്ടരുത്. കാപട്യമാകുന്ന പുളിമാവ് തീണ്ടിയാൽ നീ എൻ്റെ ശിഷ്യനല്ല. തൻ്റെ ശിഷ്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ബാക്കി എന്തുവാകാം, കാപട്യമാകുന്ന 2 മുഖത്തിൻ്റെ പുളിമാവ്, കാപട്യമാകുന്ന പുളിമാവ് നിന്നെ എൻ്റെ ശിഷ്യനാകുന്നതിൽ തടയും. നമ്മൾ അനേകം പേര് പ്രാർത്ഥിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, ആരാധിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നു. പക്ഷേ കാപട്യമാകുന്ന പുളിമാവ് എൻ്റെയല്ല, നിങ്ങളുടെയല്ല, ആരുടെ അകത്തുണ്ടെങ്കിലും ശിഷ്യനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത നമുക്കില്ല. ശിഷ്യരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവിടെ പറഞ്ഞു, ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിമാവ് നിങ്ങളെ തീണ്ടരുത്. ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ ഒരു ചോദ്യമാണ്, കാപട്യമാകുന്ന പുളിമാവ് അകത്തുണ്ടെങ്കിൽ പുളിച്ച് തികട്ടി നമ്മുടെ വ്യക്തിത്വം മുഴുവൻ നശിച്ച് ഛർദി പോലെ ആയിപ്പോകും.